വാർത്തകൾ തുടരുന്നു. ദേശീയ സ്കൂൾ മീറ്റ് ജേതാവ് വി.ഡി. അഞ്ജലിക്ക് ജന്മനാടായ വലപ്പാട് നൽകിയത് സ്വർണ്ണപ്പതക്കത്തെക്കാളേറെ തിളക്കമാർന്ന ആദരം. കഴിഞ്ഞ ദേശീയ സ്കൂൾ മീറ്റിൽ വെള്ളി മെഡൽ നേടിയ അഞ്ജലിക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ആദരം നൽകിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് അഞ്ജലിയെ ജന്മനാട് വരവേറ്റത്. തുടർന്ന് ചന്തപ്പടിയിൽ നടന്ന ആദര സമ്മേളനം കെ രാധാകൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദേശീയ സ്കൂൾ മീറ്റിൽ 3000 മീറ്റർ ഓട്ടത്തിൽ ഉന്നത നേട്ടമുണ്ടാക്കിയ കുമാരി അഞ്ജലിക്കാണ് ഇവിടെ സ്വർണ്ണപ്പതക്കം നൽകി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപയും പഞ്ചായത്തിന് നൽകുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കുമാരി അഞ്ജലി ഇപ്പോൾ ദേശീയ സ്കൂൾ മീറ്റിലാണ് പങ്കെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നത്. തുടർന്നും ആ കുട്ടിക്ക് ഉന്നതങ്ങൾ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ തുടക്കമാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താനുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ അഭിമാനകരമായി നേട്ടം കൈവരിക്കുന്ന കുട്ടിയായി കുമാരി അഞ്ജലി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആ കുട്ടിക്ക് ഇവിടെ സ്വീകരണം നൽകാൻ വേണ്ടി തയ്യാറാകുകയും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്ത പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ മണപ്പുറം ഗ്രൂപ്പിൻ്റെ സ്വർണ്ണപ്പതക്കം നൽകാൻ വേണ്ടി തയ്യാറായ അതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള നന്ദകുമാറിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഉയർന്നു വരുന്ന കുട്ടികളെ ആദരിക്കാനും അവരെ സഹായിക്കാനും ഒക്കെയുള്ള സന്മനസ്സുണ്ടാകുന്നവരെ നല്ല കാര്യമാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന 1 ലക്ഷം രൂപ എം.എൽ.എ. അഞ്ജലിക്ക് സമ്മാനിച്ചു. വി.പി. നന്ദകുമാർ സ്വർണ്ണപ്പതക്കം അഞ്ജലിക്ക് സമ്മാനിച്ചു. അഞ്ജലിയുടെ പരിശീലകനായ ഓട്ടോ ഡ്രൈവർ വി.വി. കണ്ണന് പി.ആർ. രാമനാഥൻ ഉപഹാരം നൽകി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണനും +2 ഫുൾ A+ നേടിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാറും നിർവഹിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയവർക്കുള്ള സമ്മാനങ്ങൾ KV പീതാംബരൻ വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായിരുന്നു. കൊടുങ്ങല്ലൂർ SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ കൌൺസിലിംഗ് കോഴ്സ് നടത്തി. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി റാം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി P.K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CB ജയലക്ഷ്മി ടീച്ചർ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, KD വിക്രമാദിത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീനാരായണപുരം ആലയിൽ RSS പ്രവർത്തകന്റെ മോട്ടോർ ബൈക്ക് കുളത്തിലെറിഞ്ഞു. ആല 26-ാം കല്ല് പൂതോട്ട് സഹജന്റെ യമഹ ബൈക്കാണ് വീടിന് സമീപമുള്ള കുളത്തിലെറിഞ്ഞത്. വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് ബൈക്ക് സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് മോട്ടോർ ബൈക്ക് കുളത്തിൽ തള്ളിയിട്ടുള്ളത്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുൻ തലമുറ നമുക്ക് നൽകിയ പ്രകൃതിയെ കോട്ടം കൂടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃപ്രയാർ JCIയുടെ ഹരിത പുരസ്കാര സമർപ്പണ ചടങ്ങ് നാട്ടികയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി സംരക്ഷണത്തിനായി ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. JCI പ്രഥമ ഹരിത പുരസ്കാരം TN പ്രതാപൻ MLA-ക്ക് സമ്മാനിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, പ്രിൻസിപ്പാൾ CA ആവാസ് എന്നിവരും JCI പുരസ്കാരങ്ങൾ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. JCI ബെസ്റ്റ് സ്കൂൾ അവാർഡ് വിതരണവും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. JCI പ്രസിഡന്റ് NB സ്വരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MV വാമനകുമാർ, അഡ്വക്കേറ്റ് CR രകേഷ് ശർമ്മ, AA ആന്റണി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് വൈദ്യുതി മുടക്കം പതിവാകുന്നു. കയ്പമംഗലം ഇലക്ട്രിക്കൽ സെക്ഷന് പരിധിയിൽ വൈദ്യുതി മുടക്കവും അപ്രഖ്യാപിത പവർ കട്ടും പതിവാകുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ തുടരുന്ന നടപടി മൂലം ജനങ്ങൾ ദുരിതത്തിലാണ്. മഴക്കാലത്തിന് മുന്നോടിയായുള്ള ജോലികൾക്കായി അറിയിപ്പ് നൽകിയുള്ള വൈദ്യുതി മുടക്കത്തിന് പുറമെയാണ് പല സമയത്തായി KSEB അധികൃതർ നടത്തുന്ന ഈ കള്ളക്കളി. അപ്രഖ്യാപിതമായുള്ള കറണ്ട് മുടക്കം മൂലം ആശുപത്രി മുതൽ ചായക്കട വരെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും സാധാരണ ജനജീവിതവും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. വിവിധ തരം കുത്തിവയ്പ്പുകൾക്കായി ഉപയോഗിക്കുന്ന വാക്സിനുകൾ ശീതീകരണ സംവിധാനത്തിൽ സൂക്ഷിക്കാൻ കഴിയാത്തതുമൂലം കുത്തിവയ്പ് മുറിയിൽ വെളിച്ചമില്ലാതെയും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വലയുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വീടുകളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം സംഭരിച്ചു വയ്ക്കാനോ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനോ കഴിയാതെ കുടുംബങ്ങളും ബുദ്ധിമുട്ടിലാണ്. വൈദ്യുതി മുടക്കം മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ KSEB ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആലോചിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് ബ്ലേഡ് മാഫിയ വീട്ടിൽ കയറി യുവാവിനെയും കുടുംബത്തെയും മർദ്ദിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം VS സുനിൽകുമാർ MLA നിർവഹിച്ചു. ദേശീയ സ്കൂൾ മീറ്റ് ജേതാവ് വി.ഡി. അഞ്ജലിക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ആദരം.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.